തെലുങ്കാനയിൽ സുകുമാരക്കുറുപ്പ് മോഡൽ കൊലപാതകം. ഇൻഷുറൻസ് തുകയായ 7 കോടി രൂപ തട്ടാൻ ശ്രമിച്ച പ്രതിയെ ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടികൂടി. ഇൻഷുറൻസ് പണം തട്ടാൻ മറ്റൊരാളെ കൊല ചെയ്ത് മരിച്ചത് താനാണെന്ന് വരുത്തി തീർത്ത കുപ്രസിദ്ധ കുറ്റവാളി സുകുമാരക്കുറുപ്പ് 39 വർഷങ്ങളായി കാണാമറയത്താണ്. വർഷങ്ങൾക്കിപ്പുറം കുറുപ്പ് ചെയ്തത് അതേപടി പകർത്താൻ ശ്രമിച്ച തെലുങ്കാനയിൽ നിന്നുമുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ ധർമ്മനായിക് കൃത്യം നടത്തി ദിവസങ്ങൾക്കിടയിൽ പോലീസ് പിടിയിലാവുകയായിരുന്നു. ധർമ്മനായിക്കിനെയും ഭാര്യയുൾപ്പെടെ 4 സഹായികളെയും പിടികൂടിയതായാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഹൈദരാബാദിലെ മേദക് ജില്ലയിൽ തെലുങ്കാന സർക്കാരിന്റെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായി ജോലി ചെയ്ത് വരികയായിരുന്നു നായിക്. ഇയാൾക്ക് ഓഹരി വിപണിയിൽ 85 ലക്ഷം രൂപ നഷ്ടം വരികയായിരുന്നത്രേ. ഇതോടെ ഭാര്യയും മരുമകനും അടങ്ങുന്ന കുടുംബാംഗങ്ങളുമായി കൂടിയാലോചിച്ച് മറ്റൊരാളെ കൊലപ്പെടുത്തി അത് താനാണെന്ന് വരുത്തി തീർത്ത് ഇൻഷുറൻസ് തുക നേടിയെടുത്ത് സുഖമായി ജീവിക്കാനായിരുന്നു ഇയാൾ പദ്ധതിയിട്ടതെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു. പദ്ധതികൾ അനുസരിച്ച് ധർമ്മനായിക് തന്റെ ചായയുള്ള ഒരാളെ കണ്ടെത്തുകയായിരുന്നുവെന്നും 7.4 കോടി രൂപ മൂല്യമുള്ള 25 പോളിസികൾ ഇക്കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഇയാൾ എടുത്തിരുന്നെന്നും പോലീസ് പറയുന്നു. പിന്നീട് ഇക്കഴിഞ്ഞ ജനുവരി 8-ന് നിസാമാബാദ് റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്ന് തന്റെ അപരനെ ഇയാൾ കണ്ടെത്തി. പിന്നീട് തന്റെ കാറിൽ വെച്ച് ഇയാളെ കൊലപ്പെടുത്തി കാർ നശിപ്പിക്കുകയായിരുന്നു. താൻ കാർ അപകടത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിച്ച് ഇൻഷുറൻസ് പണം തട്ടാനായിരുന്നു നായിക്കിന്റെ പദ്ധതി. കത്തി നശിച്ച കാറിനരികിൽ നിന്നും പെട്രോൾ കുപ്പി ലഭിച്ചതോടെ പോലീസിന് സംശയം തോന്നി. അതിനിടയിൽ നായിക്കിന്റെ ഭാര്യയ്ക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അജ്ഞാത കോൾ വരികയും പോലീസ് അത് കണ്ടെത്തുകയുമായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ കൊലപാതകത്തിന് കൂട്ടുനിന്ന മറ്റു പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 39 വർഷങ്ങൾക്ക് മുമ്പ് കുപ്രസിദ്ധ കുറ്റവാളിയായ സുകുമാരക്കുറുപ്പ് ഫിലിം റെപ്രസെന്റേറ്റീവ് ആയിരുന്ന ചാക്കോയെ സമാന രീതിയിൽ കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനെ ആസ്പദമാക്കി ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് എന്ന സിനിമയും പുറത്തിറങ്ങിയിരുന്നു. കുറുപ്പ് മോഡൽ കൊലപാതകം നടന്നതിന്റെ നടുക്കത്തിലാണ് തെലുങ്കാന നിവാസികൾ. വിമാനം പറത്തുന്നതിന് തൊട്ട് മുമ്പ് പിതാവിന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്ന പൈലറ്റായ മകൾ. ഈ കാഴ്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. എയർലൈൻ പൈലറ്റായ ക്യാപ്റ്റൻ കൃതാന്യയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഒരു ദൃശ്യം പങ്കുവച്ചത്. കൃതാന്യ പറത്തുന്ന വിമാനത്തിലെ ഒരു യാത്രക്കാരനായി ഒരിക്കൽ കൃതാന്യയുടെ അച്ഛൻ തന്നെ വരികയായിരുന്നു. തന്റെ അച്ഛനും താൻ പറത്തുന്ന വിമാനത്തിലെ യാത്രക്കാരനാണെന്നറിയാവുന്ന പൈലറ്റ് പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ പോയി അച്ഛന്റെ കാൽ തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങിച്ചു. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൻതോതിൽ പ്രചരിക്കുകയും ആളുകളുടെ ഹൃദയം കവരുകയുമായിരുന്നു. താൻ വെളുപ്പിന് 3-4 മണിക്ക് ജോലിക്കായി പോകുമെന്നും ആ സമയത്തൊക്കെ തന്റെ മാതാപിതാക്കൾ ഗാഢമായ നിദ്രയിലാവാറാണ് പതിവെന്നും എന്നാൽ അവരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ജോലിക്ക് പോവാനുള്ള ഒരവസരവും തനിക്ക് പാഴാക്കാൻ സാധിക്കില്ലെന്നുമാണ് വീഡിയോ വെച്ചതിനൊപ്പം പെൺകുട്ടി കുറിച്ചത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല നിമിഷങ്ങളിലും മാതാപിതാക്കളുടെ അനുഗ്രഹം വേണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ച നമ്മുടെ മനസ്സ് നിറയ്ക്കും. അത് ഉറപ്പല്ലേ?